നമസ്കാരം. കുഴൂർ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2021 ഒക്ടോബർ 1 തീയതിയാണ്. 1197 ആണ്ട് കന്നി 15 വളരെ പ്രത്യേകതയുള്ള 2 ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒന്ന്, ഇന്ന് ലോക വയോജന ദിനമാണ്. എല്ലാ ചെറുപ്പക്കാരും ഒരിക്കൽ വൃദ്ധരായിത്തീരും. ഒരു ഓർമ്മ പങ്കുവച്ചുകൊണ്ട് കുഴൂർ ലൈവ് ആരംഭിക്കുകയാണ്. നാളെ ഗാന്ധി ജയന്തിയാണ്. ഈ ഒരു ദിനത്തിൽ ഇത് രണ്ടും സമ്മേളിക്കുന്ന വയോധികനായ ഒരു പണ്ഡിതനാണ് നമ്മോടൊപ്പം. പ്രൊഫസർ RS പൊതുവാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രൊഫസർ R ശങ്കുണ്ണി പൊതുവാൾ. നമ്മുടെ കുഴൂർ മേഖലയിൽ സംസ്കൃത പാണ്ഡിത്യമുള്ള ധാരാളം പേരില്ല. ചെറിയ പാണ്ഡിത്യമല്ല, അതിനെ തലനാരിഴ കീറി പരിശോധിക്കാനും അത് പറഞ്ഞു കൊടുക്കാനും കെൽപ്പുള്ള ഒരാൾ. ആ മേഖലയിൽ കാവ്യമണ്ഡലത്തിൽ നിരവധി കാലം ജോലി ചെയ്തിരുന്ന ഒരാൾ. നിരവധി ശിഷ്യരെ സംസ്കൃത മേഖലയിലായാലും ഹിന്ദി മേഖലയിലായാലും ഉണ്ടാക്കിയ ഒരാൾ. അങ്ങനെ ഒരാൾ കുഴൂർ അമ്പലത്തിന് പരിസരത്ത് അദ്ദേഹത്തിൻ്റെ മകളോടൊപ്പം, മകൾ സുജാത, കൊച്ചുമകൻ അരവിന്ദിനൊപ്പം സുദർശനത്തിൽ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണാനും, ഇത് മാത്രമല്ല, നാം നേരത്തെ പറഞ്ഞു, ഒന്ന് സംസ്കൃത ചിന്ത, കാവ്യചിന്ത, അത് മറ്റൊന്ന് ഗാന്ധി ജയന്തിയാണ്. ഗാന്ധിജിയെ നേരിട്ട് കണ്ട ഒരാളുടെ മുൻപിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ തീർച്ചയായും ഏറ്റവും സ്നേഹാദരങ്ങളോടെ ഈ ലോക വയോജന ദിനത്തിൽ RS പൊതുവാൾ മാഷിനെ കുഴൂർ ലൈവ് സ്വാഗതം ചെയ്യുകയാണ്. മാഷ് പറഞ്ഞോളൂ, ഞാൻ ഇവിടെ വെച്ചോളാം, ഇതിൽ വെച്ചോളാം, കുഴപ്പമില്ല. മാഷ് പറഞ്ഞോ, കേട്ടോളൂ. മാഷ് പറഞ്ഞു. മാഷിന് കേൾവിക്ക് അല്പം കുറവുണ്ട്. ബാക്കി വായിക്കാനോ എഴുതാനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ വന്ന സമയത്ത് അദ്ദേഹം ഒരു കവിതാ പുസ്തകത്തിന്, അല്ലേ, ഒരു യാത്രാവിവരണത്തിന് ആമുഖം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സായംകാലത്തും ജീവിതം ഊർജ്ജസ്വലമാണ് അദ്ദേഹത്തിൻ്റെ അക്ഷരലോകത്ത്. അപ്പോൾ അതേക്കുറിച്ച് ചോദിക്കാം. മാഷ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കുറേശ്ശെ കേൾക്കാം. ഓക്കെ. മാഷ് 1957 കുഴൂർക്ക് വരുന്നത്, അല്ലേ? 1993 കുഴൂർക്ക് എത്തുന്നത്. 57 പറഞ്ഞത് നമ്മൾ എന്തായിരുന്നു? 58 വയസ്സിലാണ് വിവാഹിതനായത്. അതായിരുന്നു എൻ്റെ ഓർമ്മ. അപ്പോൾ 93 കുഴൂർക്ക് വരുന്നത്. അന്ന് കുഴൂരിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? തികച്ചും ഒരു കാർഷിക ഗ്രാമമായിരുന്നു. എന്തായിരുന്നു അവസ്ഥ? കുഴൂര് ഞാൻ വരുന്ന കാലത്ത് ഇത്രയൊന്നും പരിഷ്കാരങ്ങളിവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ നാടായിട്ട് എനിക്ക് പരിചയമില്ലായിരുന്നില്ല. ഞാൻ ജീവിച്ചതെല്ലാം കൂത്താട്ടുകുളത്തും പാലായിലും ആയിരുന്നു. പഠിപ്പ് തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിലായിരുന്നു. 1945 അതായത് എൻ്റെ 25-ാമത്തെ വയസ്സിൽ ഞാനെൻ്റെ സ്വദേശമായ പെരുമനം, ചേർപ്പ്, അവിടെ നിന്നും പഠിക്കാനായിട്ട് തൃപ്പൂണിത്തുറയ്ക്ക് പോയി. 4 കൊല്ലം അവിടെ സംസ്കൃത കോളേജിൽ പഠിച്ചു. അവിടുന്ന് ന്യായഭൂഷണം എന്ന ബിരുദം എടുത്തു. പിന്നെ 1949 കൂത്താട്ടുകുളം എന്ന സ്ഥലത്ത്, അന്ന് ഞാൻ ഹിന്ദി പഠിച്ചിരുന്നു. ഹിന്ദി വിശാരദ പാസ്സായിരുന്നു. അപ്പോൾ ഹിന്ദി പ്രചരണമായി കൂത്താട്ടുകുളത്ത് എത്തി. 1949 1920 കാലഘട്ടത്തിലാണ് ജനിക്കുന്നത്. 1920 അല്ലേ ജനനം?
അല്ല 1925. മാഷ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ 25 ജൂൺ 14. ഈ ചെണ്ട ഇപ്പോൾ പെരുവനം എന്ന സ്ഥലം ചെണ്ടയ്ക്ക് വളരെ പ്രസിദ്ധമാണ്. കുഴൂരും അതുപോലെ തന്നെ. കുഴൂർ നാരായണമാരാരെ കാണാനും അടുക്കാനൊക്കെ പറ്റിയോ? എൻ്റെ പ്രായക്കാരനാണ് അദ്ദേഹം. എനിക്ക് വളരെയധികം പരിചയം, എൻ്റെ സ്നേഹിതനുമാണ് അദ്ദേഹം. ഈ എന്നേക്കാൾ അല്ല ഒരേ കൊല്ലത്തിൽ ഞങ്ങൾ ജനിച്ചവരാണ്. ഞാൻ പെരുമനത്താണ് ജനിച്ചതെങ്കിലും വിവാഹബന്ധം കുഴൂരായി പോയതുകൊണ്ട് അദ്ദേഹമായിട്ട് കൂടുതൽ പരിചയനായി. അതൊരു ആകസ്മികതയായിരുന്നു. മറ്റൊരു താളങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു താളത്തിന്റെ ഗ്രാമത്തിലേക്ക്. അതെ അതെ അതെ, അതൊരു വലിയ നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു, അദ്ദേഹത്തിനെ പരിചയപ്പെടാനൊക്കെ സാധിച്ചത്. പിന്നെ അപ്പോൾ കൂത്താട്ടുകുളത്ത് ഞാൻ ഒരു ഹൈസ്കൂളിൽ ഹിന്ദി ടീച്ചറായിട്ട് ചേർന്നു. പക്ഷേ എൻ്റെ പ്രധാന പരിപാടി ഹിന്ദി പ്രചരണമായിരുന്നു. കാരണം അന്ന് ഹിന്ദി പ്രചരണം ദേശസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരമൊക്കെ അവസാനിച്ചിരുന്നു. അക്കാലത്തെ ഒരു രാഷ്ട്രീയ അനുഭവമായിരുന്നു. ദേശീയത എന്ന് പറയുന്നത് വലിയൊരു വികാരമായിരുന്നു. ഒരു വികാരമായിരുന്നു. അത് നേരത്തെ എനിക്കുണ്ടായിരുന്നു. ഗാന്ധിയെ കണ്ടതു മുതൽ തന്നെ ആ കാലത്ത് തന്നെ ഈ ദേശീയ വികാരം എന്നിൽ ഉണർന്നു വന്നിരുന്നു. ഈ കഥ ഞാൻ പറഞ്ഞണ്ട ഗാന്ധിയെ കണ്ട കാര്യം? ഇല്ല, അതിലേക്കാണ് നമ്മൾ വരുന്നത്. അത് അറിയണം. ഗാന്ധിജിയെ കണ്ടത് വിശദമായി മാഷ്ക്ക് പറയാൻ പറ്റൂലേ? പറ്റും. അപ്പോൾ അതിൽ തുടങ്ങണോ? അത് തുടങ്ങണം. താങ്ക് യു. 1934 അതോ 33 അറിയില്ല, ഗാന്ധിജി ഹരിജനോദ്ധാരണത്തിന് ഉള്ള ഫണ്ട് പിരിക്കാനായി ഇന്ത്യയിൽ ആസകലം സഞ്ചരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ വന്നു, തൃശ്ശൂർ വന്നു. അപ്പോൾ ഇതെല്ലാം എൻ്റെ 13ാമത്തെ വയസ്സിലാണ്, അല്ല 8ാമത്തെ വയസ്സിലാണ്. ചേർപ്പിൽ അദ്ദേഹത്തിനൊരു സ്വീകരണം ഏർപ്പാട് ചെയ്തു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഞങ്ങളുടെ അന്നത്തെ മാഷ് പറഞ്ഞു, ഇന്ന് ഗാന്ധിജി ഇവിടെ വരുന്നുണ്ട്, നമുക്കെല്ലാവർക്കും പോയി കാണണം ആ മഹാനെ. ഉച്ചയ്ക്ക് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് 2 മണിക്ക് അവിടെ ചേർപ്പ് അറിയില്ലേ? ചേർപ്പ് ഒരു വലിയ മൈതാനമുണ്ട്. ഇന്ന് അതിൻ്റെ പേര് മഹാത്മാ മൈതാനം എന്നാണ്. ആ വലിയ മൈതാനത്തിൽ ഞങ്ങളൊരു 2 മണിയായിപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു. അപ്പോൾ ആളിങ്ങനെ കുറേശ്ശെ വരാൻ തുടങ്ങി. 4 മണിക്കാണ് സ്വീകരണം. ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് സ്ഥലം പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ ആളിങ്ങനെ വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു 4 മണിയായപ്പോൾ കാറുകളുടെ നിര തൃശ്ശൂരിൽ നിന്ന് വന്നു. ആ നിരയിൽ ആസ്ഥാനത്തേതാവ് ആയപ്പോൾ അതിൽ നിന്നൊരാൾ ഇറങ്ങി വന്നു. ഒരാൾ എന്ന് എനിക്ക് പറയുന്നത് ശരിയല്ല, എങ്കിലെങ്ങനെയാണ് തോന്നിയത്. അപ്പോഴേക്കും ആളുകൾ ഗാന്ധിജിക്ക് ജയെന്ന് വിളിച്ചു തുടങ്ങി. എനിക്ക് ആളെ മനസ്സിലാവണില്ല, ഗാന്ധി ആരാ. ഞാനിങ്ങനെയല്ലോ ധരിച്ചത്. അപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിച്ചുകൊണ്ട് വന്ന് ഇരുത്തി. അപ്പോൾ മനസ്സിലായി ഇതാണ് ഗാന്ധിജി. അന്ന് അറിവ് കുറവാണല്ലോ. ഞാൻ ഈ രൂപത്തിലല്ല അദ്ദേഹത്തിനെ ഭാവന ചെയ്തിരുന്നത്. ഏതായാലും എനിക്ക് സന്തോഷമായി.
പിന്നെ അദ്ദേഹത്തിന് സ്വീകരണം എന്താ ആദ്യം മംഗള ശ്ലോകം, പിന്നെ ഒരാൾ സ്വാഗതം പറഞ്ഞു. അതാർക്കെന്ന് പിന്നെ ഞാൻ പിന്നെ മനസ്സിലായിട്ടുണ്ട്. ആ കഴിഞ്ഞ ഒരു 5-8 മിനിറ്റോളം ഇദ്ദേഹം ആ പ്ലാറ്റ്ഫോറത്തിൽ നിന്നുകൊണ്ട്, ഹിന്ദിയിലാണെന്ന് നമുക്കറിയില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ മുഖത്തെ ഭാവങ്ങളുടെ, വികാരങ്ങളുടെ ഉദ്വേഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു അടുത്ത് നിന്നതുകൊണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ആളെല്ലാവരും അപ്പം ഞങ്ങളുടെ മാഷ് പറഞ്ഞു, ഗാന്ധിജിയെ പറ്റിയത് നിങ്ങൾ ഒന്ന് പാടണമെന്ന് പറഞ്ഞു. എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി അത് പാടി. ഉണ്ട്, പാട്ടൊന്നുമില്ല. ഗാന്ധി ജയിക്കണേ, ഗാന്ധി ജയിക്കണേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിടണേ. 1933 ഗാന്ധിജി ഹരിജ ഉദാഹരണത്തിൻ്റെ ഭാഗമായി അതിന് ഫണ്ടുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേരള യാത്ര നടത്തുമ്പോൾ അദ്ദേഹം പെരുവനം ചേർപ്പിൽ വന്നതിനെക്കുറിച്ചാണ് RS പൊതുവാൾ മാഷ് സംസാരിച്ചത്. അന്ന് ഓർക്കണം, 8ാം ക്ലാസ്സുകാരനാണ്, 8 വയസ്സുകാരനാണ്, മൂന്നിലാണ് പഠിക്കുന്നത്. ഒരു 3ാം ക്ലാസ്സുകാരൻ. അത് മാത്രമല്ല, ഗാന്ധിജി ഒരു പ്രധാനപ്പെട്ട ആളാണെന്നുള്ളൊരു ധാരണയൊക്കെയുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഈ നാടകമൊക്കെ നടക്കുമ്പോൾ ഏറ്റവും വേദിയുടെ ഏറ്റവും അടുത്ത് പോയിരിക്കും. അപ്പോൾ അതുപോലെ പോയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതൊക്കെ കാണാനും കേൾക്കാനും പറ്റി. അപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം ആ ഓർമ്മ പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും മറ്റൊരു ഗാന്ധി ജയന്തിൻ്റെ തലേന്ന് RS പൊതുവാൾ മാഷി ഓർമ്മ പങ്കുവയ്ക്കുമ്പോൾ ചെറുതായി ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരും ആ വൈകാരിക അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. നന്ദി മാഷേ. ഞാൻ പാലായിലേക്ക് വരികയാണ്, കൂത്താട്ടുകുളത്ത്. അപ്പോൾ അന്ന് ഹിന്ദി മനസ്സിലാകാതിരുന്ന ഒരു കുഞ്ഞ് പിന്നീട് ഹിന്ദിയുടെ വലിയ പണ്ഡിതനായി, സംസ്കൃതത്തിൽ പണ്ഡിതനായി. അന്ന് ഹിന്ദി ഒരു വാക്കുപോലും അറിയാതിരുന്ന ഒരു കുഞ്ഞ് പിന്നീട് പഠനത്തിൻ്റെ ഭാഗമായി ഹിന്ദിയിലേക്ക് വരപ്പെട്ടു, ദേശീയ ഭാഷയിലേക്ക് വരപ്പെട്ടു. എങ്ങനെയായിരുന്നു പാലായിലേക്കുള്ള ഉദ്യോഗത്തിൻ്റെ വരവ്, ഒരു അധ്യാപകനാകാനുള്ള? ഞാൻ സംസ്ഥാന കോളേജിലല്ലേ പഠിച്ചത്. അവിടെ ഇംഗ്ലീഷൊന്നുമില്ല. പക്ഷേ ഹിന്ദിയിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, രാഷ്ട്രഭാഷാ വിശാരദ്. അത് വെച്ചുകൊണ്ടാണ് സ്കൂളിൽ കയറിയത്. സംസ്കൃതം ഉണ്ടെങ്കിൽ അത് എടുക്കാമായിരുന്നു, പക്ഷെ അത് ഇല്ലല്ലോ ഇവിടെ. അങ്ങനെ ഹിന്ദി ടീച്ചറായി. പക്ഷേ ഈ രാഷ്ട്രീയ വികാരം, ദേശീയബോധം ഉള്ളിലുള്ളതുകൊണ്ട് ഹിന്ദി പ്രചരണം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചു. ഹിന്ദി വിദ്യാലയം എന്ന് പറഞ്ഞൊരു ബോർഡ് ഞാൻ ടൗണിൽ എഴുതി വെച്ച് ക്ലാസ്സുകൾ ആരംഭിച്ചു. അന്നെനിക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ, എപ്പോഴും ഹിന്ദി പഠിപ്പിക്കൽ തന്നെ. അവിടെയാണെങ്കിൽ ഹിന്ദി എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതൊരു പുതിയ ഭാഷയും പുതിയൊരു വികാരമായതുകൊണ്ട് ആളിഷ്ടംപോലെ പഠിക്കാൻ വരാൻ തുടങ്ങി. പക്ഷേ ആളെ ഞാൻ പഠിപ്പിച്ചിരുന്നെങ്കിലും ഫീസ് വാങ്ങിച്ചിരുന്നില്ല. എന്നുവെച്ചാൽ അത് രാഷ്ട്രീയ പ്രവർത്തനമല്ല, ദേശീയ പ്രവർത്തനത്തിനൊരു ഉതകുന്ന കാര്യമല്ല എന്നുള്ളതുകൊണ്ട്. പിന്നെ ആരെങ്കിലും തരികയാണെങ്കിൽ അത് വാങ്ങിക്കും, അത്ര വാങ്ങണമായിരുന്നു. അങ്ങനെ ഈ രാവും പകലെന്ന് പറയാൻ പാടില്ലെങ്കിലും രാവിൻ്റെ 10 മണി വരെയെങ്കിലും ഞാൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നു. വിവിധ പ്രവർത്തന രംഗങ്ങളിൽ ഉള്ള വിവിധ പ്രായക്കാരായ ആളുകൾക്ക് ക്ലാസ്സുകൾ എടുത്തു കൊണ്ടുവരുന്നു. അങ്ങനെ ഹിന്ദി ടീച്ചർ എന്നുള്ള നിലയ്ക്കാണ് അവിടെ പ്രസിദ്ധനായിത്തീരുന്നത്. ഞാൻ മാഷ പരിചയപ്പെടുന്ന സമയത്ത് മാഷ്ട കവിതകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോ എഴുതുന്നുണ്ടോ? ഈ ഗാന്ധിജീനെ കണ്ടതിനെ കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ മാഷ്? ഞാൻ കവിത എഴുതുന്ന ആളല്ല, ലേഖനങ്ങൾ എഴുതും. അല്ലാതെ എൻ്റെ
കവിത എഴുതാറില്ല. പക്ഷെ കവിതയെക്കുറിച്ച് വലിയ ധാരണകളുള്ള ഒരാളാണ്. ധാരണയുണ്ട്, വായിക്കും, വായിച്ച് ആസ്വദിക്കും. അത് നിലനിർത്താനൊന്നും ശ്രമിക്കാറില്ല. എൻ്റെ ഓർമ്മയിൽ അരവിന്ദാക്ഷൻ മാഷൊക്കെ ഉള്ളൊരു വേദിയിൽ ഗ്രാമീണ വായനശാലയിൽ, അത് മറ്റുള്ളവരുടെ കവിതയായിരിക്കാം, അങ്ങ് ധാരാളം പ്രസംഗത്തിൻ്റെ ഇടയിൽ കവിതകൾ ധാരാളം ഉദ്ധരിച്ച് പറയണ ഞാൻ എൻ്റെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെ പലതുകൊണ്ട്. ഇനി ഇപ്പൊ കുഴൂരിൽ വരണയ്ക്ക് മുമ്പ് പറഞ്ഞു പാലാ സഹൃദയവേദി അല്ലേ? പാലാ സഹൃദയവേദി അല്ലേ? പാലയിലെ സഹൃദയ സമിതി അതിൽ വളരെ സജീവമായിരുന്നു അല്ലേ? ഞാൻ സെക്രട്ടറി ആയിരുന്നു വളരെ കാലം. വെട്ടൂർ രാമൻ നായർ പ്രസിഡൻറ്റും ഞാൻ സെക്രട്ടറി ആയിട്ട് കുറേ കാലം ഉണ്ടായിരുന്നു, പോരുന്നത് വരെ എന്ന് പറയട്ടെ. പിന്നെ പാലായിൽ ഞാൻ ചെന്നത് കൂത്താട്ടിലത്തെ ഇരുന്നു കൊണ്ട് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. ഗ്രാജുവേറ്റ് ചെയ്ത് ഹിന്ദി MA എഴുതി. ഹിന്ദി MA എഴുതിയപ്പോൾ കോളേജിൽ സംസ്കൃതവും ഹിന്ദിയും പഠിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ഒഴിവൊന്നുകൂടെ പാലാ സെൻറ് തോമസ് കോളേജിൽ. അതിൽ രണ്ടും കൂടി കിട്ടാവുന്ന ഒരാൾ, അടുത്ത് തന്നെ കിട്ടാവുന്ന ഒരാളുകൾക്ക് എന്നെ ക്ഷണിച്ചു വരാൻ സന്നദ്ധനാണോന്ന്. അന്നത്തെ ബിഷപ്പ് സെബാസ്റ്റ്യൻ തറയിൽ അദ്ദേഹമാണ് എനിക്കവിടെ നിയമനം തന്നത്. പിന്നെ ഞാൻ പാലായിലേക്ക് സ്ഥലം മാറി. കൂത്താട്ടത്ത് വെച്ച് തന്നെ ദേശീയ പ്രവർത്തനങ്ങളിൽ ധാരാളം പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാരാണ് ഉണ്ടായിരുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, ജേക്കബ് ഫിലിപ്പ്, KT ജേക്കബ് തുടങ്ങിയുള്ള അവരുടെ ഒരു സ്വാധീനം ആവശ്യത്തിൽ അന്ന് എന്നിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഞാൻ പാലായിൽ പോയത്. പാലായിൽ കുറേ കൂടി വിസ്തൃതമായൊരു രംഗം നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. കുറേ കൂടി അഭ്യസ്തവിദ്യരും കുറേ കൂടി പ്രവർത്തനക്ഷമ ഉള്ളവരും ആയിട്ട് നല്ലൊരു വിഭാഗം. കോളേജിൽ തന്നെ KN ചാണ്ടി നായർ കോൺഗ്രസിൻ്റെ വലിയ നേതാക്കന്മാരായിരുന്നു. അപ്പോൾ അങ്ങനെ വിസ്തൃതമായൊരു മേഖലയിലേക്ക് ചെല്ലാൻ സാധിച്ചു. തീർച്ചയായും സേതു, പാലാ സെൻറ് തോമസിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക്, ഇത് കാണുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട ഹിന്ദി അന്നത്തെ സംസ്കൃത അധ്യാപകൻ RS പൊതുവാൾ മാഷ് കുഴൂരിലുണ്ട്. അദ്ദേഹം കേൾവിക്കുറവ് മാത്രമാണ് കുഴപ്പമുള്ളത്, ബാക്കി എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ ജീവിത സായന്തനം മകളോടൊപ്പം ആസ്വദിക്കുന്നു. എഴുത്തും വായനയുമുണ്ട്. ആ ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. ഇന്ന് വയോജന ദിനത്തിൽ ആദ്യം മനസ്സിലാണ് വാർദ്ധക്യം ബാധിക്കുക എന്ന് പറയും. പക്ഷേ അദ്ദേഹത്തിന് ഈ കേൾവിക്ക് മാത്രമേ ആ ഒരു വാർദ്ധക്യം ബാധിച്ചിട്ടുള്ളൂ. അത് ഏറ്റവും വലിയ അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു. പാലാ സെൻറ് തോമസിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സവിശേഷ ശ്രദ്ധ കൂടി ഈ വർത്തമാനത്തിലേക്ക് ആഗ്രഹിക്കുകയാണ് കുഴൂർ ലൈവ്. മാഷ് അധ്യാപനം നടത്തി, പൊതുപ്രവർത്തനം, പല മേഖലകളിൽ തനിക്കാവും വിധം ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകനായിരിക്കുന്നതാണോ, ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല? ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അധ്യാപനമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഒരു അധ്യാപകൻ ഒരു പൊതുജന സേവകൻ കൂടി ആയിരിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വെളിയിലിറങ്ങി കുറേ കാര്യങ്ങൾ, രാഷ്ട്രീയമല്ല, മറ്റ് സാമൂഹ്യ സാഹിത്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രവർത്തനം നടത്തുകയുണ്ടായിട്ടുണ്ട്. ആ പ്രവർത്തനത്തിലാണ് ഞാൻ സഹൃദയ സമിതി അവിടെ ഉണ്ടായിരുന്നത്. ചേരാനും അതിൽ എന്നെ സെക്രട്ടറിയാക്കാനൊക്കെ അവർ മുൻകൈയൊക്കെ ചെയ്തത്. അതുപോലെ സാമൂഹ്യമായ പ്രവർത്തനങ്ങളിൽ ഞാൻ കുറേ കൂടി പൊതുവായിട്ടുള്ളത് എല്ലാ രംഗത്തും ഉണ്ടായിരുന്നു. കാരണം എന്നെ ആളുകൾ പൊതു ആളാണ് പറഞ്ഞിരുന്നത്.
പൊതുവെ മാഷ് സംസാരിച്ചു തുടങ്ങിയാൽ അതൊരു വലിയ പ്രത്യേകതയാണ്. അതൊരു ഊർജ്ജമുള്ള സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ സംസാരിച്ചു തുടങ്ങിയാൽ ധാരാളം കഥകളും ഉപകഥകളും അതുമായി ബന്ധപ്പെട്ട് അത് അത്രയും അനുഭവജ്ഞാനമുള്ളതുകൊണ്ടാണ്. 1925 ഇപ്പോൾ 96 വയസ്സ്, 4 വർഷം കൂടി കഴിഞ്ഞാൽ അദ്ദേഹം 100 വയസ്സിലേക്ക് കിടക്കുന്നു. അതിന് ദൈവം പ്രപഞ്ചവും കക്ഷിയേറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മാഷ്ക്ക് ഇപ്പോൾ കുഴൂർ ലൈവ് ഒരു ചെറിയ സംഭവമാണ്. ഇവിടുത്തെ മുതിർന്നവരുടെ അറിവും ഒക്കെ കുട്ടികളിലേക്കും ഇനി വരാനിരിക്കുന്നവരിലേക്കും ഒക്കെ പകർത്തി വെക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞങ്ങളുടേത്. എന്താണ് കുഴൂർ ലൈവിനോട് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ, നാളെയാണ് ഗാന്ധി ജയന്തി ദിനം, ഇന്ന് വയോജന ദിനമാണ്, ഇത് രണ്ടും ചേർത്ത് എന്താണ് മാഷ്ക്ക് പറയാനുള്ളത്? ഗാന്ധി ജയന്തി ഇത് ഒരാഘോഷമായി തുടങ്ങിയ കാലത്ത് ഞാൻ 17-18 വയസ്സുകാലത്താണ് ഈ ദിവസം ആചരിച്ചിരുന്നത്. എൻ്റെ ഈ ആവേശം കൊണ്ട് ഗാന്ധി ജയന്തി അന്ന് രാഷ്ട്രീയ പ്രവർത്തകന്മാർ മനോഹരമായിട്ട് ആഘോഷിച്ചിരുന്നു. അന്ന് ഉപവാസം എടുക്കുകയും അങ്ങനെ പകൽ ഗാന്ധിജിയുടെ അപാദാനങ്ങൾ പറഞ്ഞും പാടിയും കഴിയുമായിരുന്നു, പ്രസംഗങ്ങൾ നടത്തുമായിരുന്നു. ഇത് ഞാൻ തൃപ്പൂണിത്തുറ ചെന്നപ്പോഴും പഠിക്കാനായിട്ട് സംസ്കൃതം ഈ ദിവസം പ്രത്യേകമായിട്ട് തന്നെ ഞാൻ ആചരിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അവരാചരിക്കുമ്പോൾ കൂട്ടത്തിൽ കൂടാൻ നിർത്തും. കൂത്താട്ടുകുളത്ത് ചെന്നപ്പോൾ അവിടെ ഞങ്ങൾ ദേശീയ ദിനങ്ങൾ ആചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക സംഘടന തന്നെ ഉണ്ടാക്കി. സ്കൂളിലെ ചില ടീച്ചേഴ്സും അതിന് സഹായമായിട്ട് നിന്നു. NDCC എന്ന് പേര് കൊടുത്തു, നാഷണൽ ഡേയ്സ് സെലിബ്രേഷൻ കമ്മിറ്റി. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ജേക്കബ് ഫിലിപ്പായിരുന്നു, കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അവരൊക്കെ ഇതിനകത്ത് അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ഞാൻ സെക്രട്ടറി. അപ്പോൾ ഗാന്ധി ജയന്തി മാത്രമല്ല, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ഡേ, ബാലദിനം, അങ്ങനെയുള്ള ദേശീയ പ്രാധാന്യമുള്ള എല്ലാ ആഘോഷങ്ങളും നടത്തിയിരുന്നു. പ്രത്യേകിച്ചും ഗാന്ധി ജയന്തി ദിവസം പ്രത്യേകമായി ഞങ്ങൾ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്ത് മീറ്റിങ്ങുകളും ഘോഷയാത്രകളും എല്ലാം നടത്തിയിരുന്നു. ഇത് പാലായി ചെന്നപ്പോഴും ആ രീതിയിലല്ലെങ്കിലും മറ്റൊരു രീതിയിൽ അവിടുത്തെ പ്രവർത്തകന്മാരുമായി സഹകരിച്ചുകൊണ്ട് ഗാന്ധി ജയന്തി ദിനം ആഘോഷിച്ചിരുന്നു. ഈ ചെറുപ്പത്തിൽ ഇപ്പോൾ നമുക്കെല്ലാവർക്കും, നമ്മളിപ്പോൾ പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ച് ഒക്ടോബർ 2, ഓഗസ്റ്റ് 15 ഒക്കെ അവധി ദിനങ്ങളാണ്. അതിലപ്പുറത്തേക്ക് പലപ്പോഴും നമ്മൾ പോകാൻ പറ്റാറില്ല. പക്ഷേ ഒരു കാലത്ത് നമ്മൾ അടിമകളായിരുന്ന ഒരു കാലത്ത് ആ ഒരു ദിവസം, അതിനൊക്കെ ശേഷമുണ്ടായ തലമുറയ്ക്ക് ആ ദിവസങ്ങളുടെ പ്രാധാന്യം മനസ്സിലാകും. കാരണം അത്രയേറെ അടിമത്തത്തിൽ ജീവിച്ച ഒരു ജനത അവരുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഒരു ദിവസം, അതിൻ്റെ പ്രാധാന്യം അന്നുള്ളവർ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ കുറഞ്ഞു വരികയാണോ എന്നുള്ളൊരു സംശയം. അവധി ദിനം മാത്രമായി വരുന്നു. അതുകൊണ്ടാണ് ഈ മനുഷ്യർക്കൊക്കെ ഇത് പറയുമ്പോൾ ഊർജം. 1947 ആ സമയത്ത് നല്ല ഓർമ്മ കാണും. അതേക്കുറിച്ചൊന്ന് പറയാമോ? 47 സ്വാതന്ത്ര്യം കിട്ടിയ കാലം. അന്ന് ഞാൻ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ പഠിക്കുകയാണ്. ആ ദിവസം വളരെ ആഘോഷമായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. അന്ന് ഞാൻ ഹിന്ദി പഠിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ കൂടി പബ്ലിക്കായിട്ട് ഇടപെടാനൊക്കെ അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്ന്
വാസ്തവം പറയണമെന്നുണ്ടെങ്കിൽ ഈ ജാഥകളും മറ്റൊക്കെ നടത്തുമ്പോൾ ഓടി പിടിക്കാനൊക്കെ ആയിട്ട് ധാരാളം കൂടിയിട്ടുണ്ട്. അതിന് സമരത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്കല്ല, കൂട്ടത്തിൽ കൂടിയിട്ട് ഒരാവേശം, രാഷ്ട്രീയ ആവേശം അല്ലെങ്കിൽ ദേശീയ ആവേശം. അതുകൊണ്ട് അപ്പോൾ അന്നത്തെ പേപ്പറെല്ലാം വായിക്കും, എല്ലാ കാര്യങ്ങളും വായിക്കും. ഇങ്ങനെയായിരുന്നു. ഈ ഒരു കൗമാരമാണല്ലോ, ഈ കൗമാരം സമയമാണല്ലോ അത് കൗമാരം എന്ന് പറയാറായിട്ടില്ല. അല്ല, കൗമാരം കഴിഞ്ഞിരുന്നു. അന്ന് അഡോളസൻസ് പീരീഡാണ്. നമ്മൾ വിദ്യ കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. യഥാർത്ഥത്തിൽ ആ കാലം വിദ്യ അഭ്യസിക്കേണ്ട നല്ലൊരു അവസരമാണല്ലോ. അതിൽപ്പെട്ടതാണ് ഇതെല്ലാം. അപ്പോൾ അന്നത്തെ നേതാക്കന്മാർ പന്മള്ളി ഗോവിന്ദമേനോൻ, കണ്ഠവാര്യർ, പൊതുരച്യുതമേനോൻ, ശ്രീ അച്യുതമേനോൻ, ഇവരൊക്കെയാണ് അന്ന് അവിടെ നേതാക്കന്മാരായിട്ട് ഉണ്ടായിരുന്നത്. അവരുടെ നേതൃത്വത്തിലുള്ള എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ സംബന്ധിക്കാറുണ്ട്. ഈ ഒരു വ്യത്യാസം 47 മുൻപത്തെ ജീവിതം കണ്ട ഒരാളാണ്, അതിനുശേഷമുള്ള ജീവിതം ഇത്രയും കാലം കണ്ടു. എന്ത് പ്രകടമായ മാറ്റമാണ് അന്ന് ഇത് താരതമ്യപ്പെടുത്താൻ പറ്റുമായിരുന്നോ ഈ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ജീവിതം? യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടം തുടങ്ങി സാമൂഹ്യവും മറ്റു തരത്തിലുള്ള എല്ലാ മാറ്റങ്ങളും ഇന്ത്യയിലുണ്ടാവാൻ തുടങ്ങി. അത് ഇന്ന വിധത്തിലാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഞാൻ തൃപ്പൂണിത്തുറ ചെല്ലുമ്പോൾ അന്നവിടെ രാജഭരണമാണ്. ഞാനൊരു കോവിലകത്താണ് താമസിച്ചിരുന്നത്. രാജാക്കന്മാരുടെ കോവിലകങ്ങളുണ്ടല്ലോ അവിടെ, അതിലാണ് താമസിച്ചിരുന്നത്. അതെല്ലാം എനിക്ക് കണ്ടും മനസ്സിലാക്കിയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു. ആ കാലത്താണ് 47 ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നത്. അന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ എന്തായിരുന്നു പറയണ്ടേ, സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി കാലഘട്ടം. അതെ, അതിൽ അയ്യപ്പനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ലൊരു വിഭാഗം ആൾക്കാരുണ്ട്. അവരാണ് വാസ്തവം പറയുകയാണെങ്കിൽ സമൂഹത്തിൽ ഇത്ര വലിയൊരു മാറ്റത്തിന് കാരണമായി തീർന്നത്. അവർ യാഥാസ്ഥിതിക പരിസ്ഥിതിയിൽ നിന്ന് ഒരു പുരോഗമന ചിന്തയിലേക്ക് ആളെ നയിച്ചത് ഈ നേതാക്കന്മാരൊക്കെയാണ്. പിന്നെ ഒരു സാംസ്കാരികമായ ചില പരിവർത്തനങ്ങൾക്ക് വേണ്ടി അന്നത്തെ പല നേതാക്കന്മാരും മന്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഏകപക്ഷീയങ്ങളായിരുന്നു പലതുമെങ്കിലും അവരിതെല്ലാം ശരിക്കും പ്രവർത്തിച്ച ആളുകളാണ്. ഇതെല്ലാം നമ്മൾ കണ്ടും കേട്ടും കൊണ്ടാണ് ഇരിക്കുന്നത്. കേക്ക് മാത്രമല്ല, അത് ആവേശം കൊള്ളുകയും ചെയ്യും. ഭയങ്കരമായ പരിവർത്തനം. ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനൊരു യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച ആളാണ്. അന്ന് അയിത്തം ഉള്ള കാലമാണ്. ഒരു കടയിൽ പോയാൽ, ഒരു മാർക്കറ്റിൽ പോയാൽ ഞങ്ങൾ കുളിച്ചിട്ടാണ് വീട്ടിൽ കയറുക. അങ്ങനെ 8 കുളികൾ വരെ ഞാൻ ആ കാലത്ത്, എൻ്റെ 20 വയസ്സിനുള്ളിലെ കാലത്ത് ഞാൻ നടത്തിയിട്ടുണ്ട്. അത്ര യാഥാസ്ഥികമായിട്ടുള്ളതാണ്. അതങ്ങനെ മാറി ക്ഷേത്രപ്രവേശന വിളംബരം വന്നതോടുകൂടി വലിയൊരു മാറ്റം വന്നു സമൂഹത്തിൽ. ആ മാറ്റം എന്ന് പറഞ്ഞാൽ പോരാ, നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എത്ര പേർ കത്തിയ വെളിച്ചത്തിലിരുന്നാണ് നാം ഇപ്പോൾ കാണുന്നത് കേൾക്കുന്നത് എന്നർത്ഥം വരുന്ന രാമൻ്റെ ഒരു കവിതയുണ്ട്, അത് ഓർക്കുകയായിരുന്നു. എത്രയോ മനുഷ്യർ
അവരുടെ ജീവിതം മറ്റൊരു തലത്തിൽ പ്രയോഗിച്ചിട്ടാണ് നമുക്ക് ഈ സമയത്ത് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് എന്നുള്ള ഓർമ്മ വയോജന ദിനത്തിൽ തീർച്ചയായും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്, ഗാന്ധി ജയന്തി ദിനത്തിൽ. എന്തായാലും RS പൊതുവാൾ എന്ന അധ്യാപകൻ, ഗുരു നൽകിയ ഊർജം അത് കത്തുന്ന പല ഇടങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന് ഈ ദിനത്തിൽ, വയോജന ദിനത്തിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ് കുഴൂർ ലൈവ്. അതുപോലെ തന്നെ ഗാന്ധി ജയന്തി ദിനം, കൂടുതൽ ഗാന്ധി ജയന്തി ദിനങ്ങളിൽ അദ്ദേഹത്തെ ഓർക്കാനും ആ സന്ദേശം കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിന് ഇനിയും ഈ പ്രപഞ്ചം അനുവദിക്കട്ടെ എന്ന് ആശംസ നേരുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിന് 4 പെൺകുട്ടികളാണ്. അതിൽ ഒരു മകളുടെ സുദർശനത്തിലാണ്, സുജാത ചേച്ചിയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. അരവിന്ദ് കൂടി ഇവിടെയുണ്ട്. ഈ വർത്തമാനം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് കുഴൂർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന വരലക്ഷ്മി ഹോട്ടലാണ്. സേതുമോൻ ചിറ്റത്താണ് ഇത് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. RS പൊതുവാൾ മാഷെ വിളിച്ചതും ഈ സൗകര്യങ്ങൾ ഒരുക്കിയതും സേതുവാണ്. നന്ദി എല്ലാവർക്കും. ഒരിക്കൽ കൂടി കുഴൂർ ലൈവിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വയോജന ദിനത്തിൻ്റെയും ഗാന്ധി ജയന്തി ദിനത്തിൻ്റെയും ആശംസകൾ നേരുകയാണ്. നന്ദി മാഷെ. കുറച്ച് ഭാഗങ്ങളെ പറഞ്ഞുള്ളൂ.